ഈ മണ്ണിൽ വെച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ വികാരോജ്വലമായ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലങ്ങനെ കടന്നു വരികയാണ്. സത്യത്തിൽ ഈ പ്രദേശത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഈ നാട് ഒരു പുണ്യം ചെയ്ത നാടാണെന്ന് ഞാൻ അഭിമാനപുരസ്സരം എപ്പോഴും പറയാറുണ്ട്. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറുമ്പ്രനാട് കാണ്ടുക്കിലും കോഴിക്കോട് ജില്ലയിലൊക്കെ തന്നെ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സ്മരണകൾ നമുക്ക് കൈവറക്കാനുണ്ടാകും. പക്ഷേ ഈ പ്രദേശത്തെ പോലെ ഒരു കൊച്ചു പ്രദേശത്ത് എത്ര ധീര ദേശാഭിമാനികൾക്കാണ് ജന്മം കൊടുത്തിട്ടുള്ളത്. അവരാണ് ഈ നാട്ടിൻ്റെ ചരിത്രം രചിച്ചിട്ടുള്ള ആളുകൾ. ഞാനിവിടെ ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത ചടങ്ങ് അതും ഒരു ശ്രേഷ്ഠമായ ചടങ്ങായിരുന്നു, വികാരോജ്വലമായ ചടങ്ങ്. ആ ചടങ്ങിൽ പങ്കെടുത്ത പലരും ഈ സദസ്സിൽ വന്നിട്ടുണ്ട് എന്ന കാര്യവും എനിക്കറിയാം. വി.എ. കേശവൻ നായർ എന്ന് പറയുന്ന ഒരു മഹാനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹം എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹം കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 വർഷം ജയിലിലായിരുന്നു. അദ്ദേഹം മാതൃഭൂമിയുടെ ബോംബെ കറസ്പോണ്ടൻ്റായിരുന്നു വർഷക്കാലം. അതുപോലെ മാതൃഭൂമി മദ്രാശിയിൽ അതിൻ്റെ ഒരു കറസ്പോണ്ടൻ്റിനെ ആദ്യം നിയമിച്ചത് വി.എ. കേശവൻ നായരായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മഹാനായൊരു മനുഷ്യൻ. അദ്ദേഹമാണ് പേളസ് ബെക്കിൻ്റെ ഗുഡർത്ത് എന്ന് പറഞ്ഞ പുസ്തകം, നല്ല ഭൂമി എന്ന പേരിൽ മാതൃഭൂമി അത് പ്രകാശനം ചെയ്തത്. അങ്ങനെയൊക്കെയുള്ളൊരു മഹാൻ എഴുതിയിരിക്കുന്നൊരു പുസ്തകമുണ്ട്, ഇരുമ്പഴിക്കുള്ളിൽ. ആ ഇരുമ്പഴിക്കുള്ളിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് പുനഃപ്രകാശനം നടത്താൻ വേണ്ടിയിട്ട് മാതൃഭൂമി തീരുമാനിക്കുന്നു. അത്തരമൊരു പുസ്തകം പുനഃപ്രകാശനം നടത്താൻ വേണ്ടിയിട്ട് മാതൃഭൂമിയിൽ ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തിയ ആളാണ് പ്രിയപ്പെട്ട ശിവൻ മാസ്റ്റർ. മാതൃഭൂമി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചരിത്ര സ്മരണകൾ പുതിയ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുനഃപ്രകാശനം ആവശ്യപ്പെട്ടപ്പോൾ മാതൃഭൂമി അത് സദ്യം സമ്മതിക്കുകയാണത്. ഏതായാലും എനിക്ക് സന്തോഷമുണ്ട്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ചരിത്രം തിരുത്തി കുറിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിൽ എന്താണ് യഥാർത്ഥ കീഴരിയൂർ സമരമെന്നതിനെക്കുറിച്ച്, ആ കീഴരിയിലെ പോരാട്ടത്തിൻ്റെ ആ വീരഗാഥകളൊക്കെ തന്നെ പഠിക്കണമെങ്കിൽ പുതിയ തലമുറ അത് പഠിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. തീർച്ചയായിട്ടും പുതിയ തലമുറപ്പെട്ട ആളുകൾ ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം വായിക്കണം. വല്ലവരുടെ കയ്യിലുമുണ്ടെങ്കിൽ അത് തേടിപ്പിടിച്ചുകൊണ്ട് ഒരു വട്ടം വായിക്കാൻ വേണ്ടി തയ്യാറാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഫാത്തിമ, ഇവർ 2 പേരെയും എനിക്ക് വളരെ അടുത്തറിയാം. പ്രവീൺ കുമാറിന് എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്ത് ഇവിടെ വെച്ച് തന്നെയാണെന്ന് തോന്നുന്നത്. അദ്ദേഹത്തിന് ഞാൻ കേന്ദ്രമന്ത്രിയായ സമയത്ത് ഒരു സ്വീകരണം കൊടുക്കുകയുണ്ടായി. അദ്ദേഹം KPCCയുടെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഞാൻ ഇതുപോലെയുള്ള ഒരു പ്രൗഢമായ ചടങ്ങിൽ വെച്ച് പറയുകയുണ്ടായി, ഇനി ഞാൻ പ്രിയപ്പെട്ട പ്രവീണിനെ ഒരു MLA ആയി കണ്ടുകൊണ്ട് സ്വീകരണം കൊടുക്കാൻ എനിക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാനെന്ന് ഈ നാട്ടിലെ ആളുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞത് ചിലരെങ്കിലും ഓർക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും അത് യാഥാർത്ഥ്യമായ സന്തോഷം ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 2 സ്ഥാനാർത്ഥികളും ഈ നാട്ടിൻ്റെ അഭിമാന ഭാജനങ്ങളാണ്. 25 വർഷക്കാലത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് നഷ്ടപ്പെട്ട കൊയിലാണ്ടി നിയോജകമണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പ്രവീണിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് ഐക്യ ജനാധിപത്യ കക്ഷി ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചതെന്ന് പറയട്ടെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഫാത്തിയ തെഹ്രി എന്ന് പറഞ്ഞ നമ്മുടെ യുവ അഭിഭാഷക, മിടുക്കി, പോരാട്ട വീര്യമുള്ള യുവതി. അവർ 46 വർഷക്കാലത്തിന് ശേഷമാണ് പേരാമ്പ്ര നിയോജകം നമുക്ക് തിരിച്ചു പിടിച്ചതെന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഐക്യ ജനാധിപത്യ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ വിജയങ്ങളായിട്ടാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. കൊയിലാണ്ടിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല.
കീഴരിയൂർ മാത്രമല്ല, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ശാദ്വല ഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കും, കോഴിക്കോട്ട് ജില്ലയിലെ കൊയിലാണ്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രജ്വലമായ ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള പ്രദേശം. കേരള ഗാന്ധി കേളപ്പൻ ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. മഹാനായ CK ഗോവിന്ദൻ നായർ തൻ്റെ കുടുംബത്തിൻ്റെ സ്വത്തെല്ലാം തന്നെ സമൂഹത്തിൻ്റെ വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിസ്വനായിട്ട് മരിച്ച അതിസമ്പന്നമായ ജന്മി കൊടുത്തൽ പ്രവർത്തിക്കുന്ന ശ്രീമൻ CK ഗോവിന്ദൻ നായർ. ആ CK ഗോവിന്ദൻ നായരുടെ പ്രവർത്തന മണ്ഡലമായിരുന്നു നമ്മുടെ ഈ പ്രദേശം. അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിനൊക്കെ പ്രജ്വലനായിട്ടുള്ള നായകൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ ബാഫി തിങ്ങൾ, നമ്മുടെ ഐക്യ ജനാധിപത്യ കക്ഷിക്ക് തുടക്കം കുറിച്ച മഹാൻ. അദ്ദേഹത്തിൻ്റെ പുണ്യഭൂമിയായ അദ്ദേഹത്തിൻ്റെ നാടായ കൊയിലാണ്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഈ കൊയിലാണ്ടി നിയോജകമണ്ഡലത്തിൻ്റെ പണ്ട് MLA മാരായിട്ടുള്ള ആളുകൾ, അവരെല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീമാൻ E. നാരായണൻ നായർ. ഈ നാരായണൻ നായർ ആരായിരുന്നു? കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് അങ്ങേയറ്റം പ്രതിബദ്ധതയുള്ള ഒരു സാധാരണ തൊഴിലാളിയായ മനുഷ്യൻ്റെ പേരാണ് E. നാരായണൻ നായർ. ഒരു സൈക്കിളിൽ അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് സഞ്ചരിച്ചുകൊണ്ട് മൂരാട് വരെ അദ്ദേഹം റോഡ് വഴിയും ഊടുവഴികൾ വഴിയൊക്കെ തന്നെ സഞ്ചരിക്കുന്നൊരു മനുഷ്യൻ്റെ പേരാണ് നാരായണൻ നായർ. ആ നാരായണൻ നായർ വിജയിച്ച നിയോജകമണ്ഡലമാണ് ഈ നിയോജകമണ്ഡലം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട M. കുട്ടിയാലി വേദികളിലൊക്കെ തന്നെ പ്രജ്വലമായ പ്രസംഗം നടത്തിക്കൊണ്ട് എല്ലാവരെയും കൊൾമയിൽ കൊള്ളിച്ച ശ്രീമാൻ M. കുട്ടിയാലി. ആ കുട്ടിയാലിയെ വിജയിപ്പിച്ച നിയോജകമണ്ഡലമാണ് ഈ നിയോജകമണ്ഡലം. കോഴിക്കോട്ടുകാരിയായ കോഴിക്കോട് ലോ കോളേജിൽ എൻ്റെ കണ്ടംപററിയായി പഠിച്ചിരിക്കുന്ന MT പത്മ. MT പത്മയെ വിജയിപ്പിച്ച നിയോജകമണ്ഡലത്തിൻ്റെ പേരാണ് കൊയിലാണ്ടി എന്ന് പറയുന്നത്. 25 വർഷം മുമ്പ് ഏറ്റവും ഒടുവിൽ ഇവിടെ MLA ആയ മനുഷ്യൻ്റെ പേരാണ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് P. ശങ്കരൻ. ശങ്കരനുമാകട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വേണമെങ്കിൽ ശിഷ്യൻ എന്ന് പറയാവുന്ന തരത്തിലുള്ള ബന്ധമായിരുന്നുണ്ടായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായ സമയത്താണ് അദ്ദേഹത്തെ അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ വൈസ് ചെയർമാനാക്കിയത്. അതുപോലെ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ കാലത്താണ് ശങ്കരനെ ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടൊന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി അവസരം ഉണ്ടായിട്ടില്ല. ഇവരൊക്കെ തന്നെ ഈ നിയോജകമണ്ഡലത്തെ പ്രദാനം ചെയ്തുകൊണ്ട് നമ്മുടെ നിയമസഭയിലേക്ക് പോയിട്ടുള്ള ആളുകളാണ്. നാരായണൻ നായരും കുട്ടിയാലിയും MT പത്മയും ഒക്കെ തന്നെ ഈ 2 തവണയാണ് വിജയിച്ചത്. ശങ്കർ ഒറ്റ തവണയാണ് വിജയിച്ചത്. പത്മയും ശങ്കറിൻ്റെ മുഖത്തിന് മന്ത്രിയായി ആ സമയത്ത് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ നിയോജകമണ്ഡലത്തിൽ ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചു എന്ന് സത്യവും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 25 വർഷമായി നമുക്ക് ഈ നിയോജകമണ്ഡലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുക, നിയോജകമണ്ഡലം നഷ്ടപ്പെട്ടത് നമ്മുടെ കൈത്തെറ്റ് കൊണ്ട് മാത്രമായിരുന്നു. കോൺഗ്രസിൻ്റെ അതിശക്തമായി മണ്ണിൽ ഒരിക്കലും നമുക്ക് പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. ഐക്യജനാധിപത്യ കക്ഷിയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള ഈ നിയോജകമണ്ഡലം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. പക്ഷേ അത് നഷ്ടപ്പെട്ടു എന്ന ദുഃഖം പങ്കുവെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ നിയോജകമണ്ഡലം പ്രിയപ്പെട്ട പ്രവീണിലൂടെ, ഈ നാട്ടുകാരനായ പ്രവീണിലൂടെ നമ്മുടെ കീഴരിയൂരിൻ്റെ അഭിമാനഭാജനമായിട്ടുള്ള പ്രവീണിലൂടെ പിടിച്ചെടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിരിക്കുന്നു. പിന്നെ പ്രവീണിനെക്കുറിച്ച് പറയുമ്പോൾ സാർത്ഥകമായ നേതൃത്വമാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനായി അദ്ദേഹം അധികാരമേറ്റ ശേഷം കാണിച്ചിട്ടുള്ളത്. ഞാൻ KPCC പ്രസിഡൻ്റായ കാലത്ത് അദ്ദേഹം എൻ്റെ കൂടെ ജനറൽ സെക്രട്ടറിയെ പറഞ്ഞിട്ടുണ്ട്. തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ വെസ്റ്റിലുള്ള സമീപകാലം വരെ DCC ഓഫീസായിട്ട് നമ്മുടെ പുതിയ DCC ഓഫീസ് പ്രവർത്തിക്കുന്നവരെ അന്ന് പ്രവർത്തിച്ച ആ ഓഫീസ്, പഴയ INTUC ഓഫീസ്, അത് മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ആസ്ഥാന മന്ദിരമാക്കിയിട്ട് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പൂർണ്ണ ചുമതല ഞാൻ പ്രിയപ്പെട്ട പ്രവീണിനാണ് കൊടുത്തത്. മലബാറിലെ ആളുകൾക്ക് എത്ര വരാനും സംസാരിക്കാനും നേതാക്കന്മാരെ കാണാനുള്ളൊരു ആസ്ഥാന മന്ദിരമായിട്ട് അതിനെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയാണ് ഞാൻ കൊടുത്തത്. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്കൊക്കെ തന്നെ പ്രവീണുണ്ടായിട്ടുള്ള അചഞ്ചലമായ വിശ്വാസമാണ്.
പ്രവീൺ നാദാപുരത്ത് മത്സര സമയത്ത്. അതും എനിക്ക് അനുഭവമുണ്ട്. ഞാൻ JPC അധ്യക്ഷനായ സമയത്താണ്. 2 തവണയും പ്രവീണിനെ ഒരു സെക്കൻഡ് കാൻഡിഡേറ്റ് ഇല്ലാതെ യുനാനിമസായിട്ടാണ് അദ്ദേഹത്തെ പാർലമെൻ്ററി ബോർഡിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കൊണ്ടുപോയത്. പലരും ചോദിക്കേണ്ടത് എന്താണ്? രാഹുൽ ഗാന്ധി ചോദിച്ചു, സോണിയാഗാന്ധി ചോദിച്ചു, വൈ എ സിംഗിൾ നെയിം? ഞാൻ പറഞ്ഞു, ഐ നോ ദാറ്റ് ബോയ്, ഈസ് മൈ ഫ്രം മൈ പ്ലേസ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞു. ആരും ഒന്നും പറയാതെയാണ് 2 തവണ അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാക്കി. അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കുറ്റമാണെന്ന് തോന്നുന്നില്ല. ഇത് ഞാൻ പറയും, ചരിത്രത്തിൻ്റെ ഒരു കൈത്തെറ്റായിട്ടാണ് എനിക്കതിനെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഐക്യ ജനാധിപത്യ കക്ഷികൾക്കിടയിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കാൻ സാധിച്ചോ എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഞാൻ പല വേദികളിൽ പറഞ്ഞാണ്. അതിനെവിടെ വെച്ച് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഫാത്തിമ തെഹ്ലിയെക്കുറിച്ച് പറയുമ്പോൾ, തെഹ്ലിയും ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. 1/2 നൂറ്റാണ്ട് കാലമാണ് കാത്തിരിക്കുന്നത്. 46 വർഷക്കാലമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അവിടെ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുള്ള പ്രാർത്ഥനയായിരുന്നു അവിടുത്തെ ഐക്യ ജനാധിപത്യ കക്ഷിയിലെ പ്രവർത്തകന്മാർക്കെല്ലാം തന്നെ. 1970 കാലത്ത് ഡോക്ടർ KG അടിയോടി അവിടെ ജയിച്ചിട്ടുണ്ട്. ആ ഇലക്ഷനിലൂടെ കിടന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അടിയോടിയുടെ വിജയം ഈ നാട്ടിൻ്റെ മാതൃകയായിരുന്നു. ഇന്ന് കാണുന്ന CKG കോളേജ്, മെമ്മോറിയൽ കോളേജ് സ്ഥാപിച്ച മനുഷ്യനാണ്. വികസനത്തെക്കുറിച്ച് സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോയിട്ടൊരു വലിയ മനുഷ്യൻ്റെ പേരാണ് ഡോക്ടർ KG അടിയോടി. ആ ഡോക്ടർ KG അടിയോടി ആ വികസന സങ്കല്പവുമായി പോയി. അദ്ദേഹം കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് അദ്ദേഹത്തെ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് പാർട്ടി നിയമിക്കുകയുണ്ടായി. പബ്ലിക് സർവീസ് കമ്മീഷനും അദ്ദേഹം വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇൻ്റർവ്യൂവിന് വരുന്ന കുട്ടികൾക്ക് 100 മാർക്കുകൾ കൊടുത്തിരുന്നെങ്കിൽ ഡോക്ടർ KG അടിയോട് പറഞ്ഞു, അത് വേണ്ട, ഇഷ്ടക്കാർക്ക് സ്വന്തക്കാർക്ക് മാർക്ക് വാരിക്കൊടുക്കുന്നത് ശരിയല്ല. പരീക്ഷ എഴുതി വരുന്ന മിടുക്കന്മാർക്കും മിടുക്കികൾക്കും പിന്നെ ഒരു പുഷ് മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ട് 100 വോട്ട് 100 ഈ മാർക്ക് കൊടുക്കുക എന്നത് മാറ്റിക്കൊണ്ട് 50 ചുരുക്കിയ നേതാവിൻ്റെ പേരാണ് ഡോക്ടർ KG അടിയോടി. പരാതികളില്ല, പരിഭവമില്ല. ഇന്നത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അവസ്ഥ എന്താണ്? ആ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് ഒരുപാട് വിവാദങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലമാണ്. പരീക്ഷ എഴുതി പാസ്സായ മിടുക്കികളെയും ഒക്കെ തന്നെ പുറത്തു നിർത്തിക്കൊണ്ട് പുറം വാതിലൂടെ നിയമനം നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ മാറിയിരിക്കുന്നു. പിന്നെ പേരാമ്പ്ര നിന്ന് വിജയിച്ചിരിക്കുന്ന ഡോക്ടർ KC ജോസഫാണ്. നമുക്കെല്ലാം തന്നെ അറിയുന്ന കോട്ടയത്ത് നിന്ന് മറ്റോ ഇവിടെ വന്നിട്ടുള്ള കേരള കോൺഗ്രസ് നേതാവായിരുന്നു. ഒരു പ്രതിബദ്ധതയില്ല. അദ്ദേഹം വിജയിച്ചു. 5 വർഷം കഴിഞ്ഞ് അദ്ദേഹം പോയി. അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല. ഇതായിരുന്നു ആ നിയോജകമണ്ഡലത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ദൗർഭാഗ്യം. പക്ഷേ ആ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ഫാത്തിമയിലൂടെ നമുക്ക് ഈ വിജയം ഇന്ന് കരസ്ഥമാക്കാൻ സാധിച്ചത്. ഫാത്തിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നോമിനേഷൻ കൊടുത്ത ഉടനെ തന്നെ കാണാനും എന്നോട് ചില ഉപദേശ നിർദ്ദേശങ്ങൾക്ക് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വീട്ടിൽ വരികണ്ടേ. രാത്രി വളരെ വളരെ വൈകിട്ടായിരുന്നു എത്തത്. ഇത് കുറ്റം അവരുടേതല്ല. പറഞ്ഞ സമയത്തേക്കാൾ എത്രയോ വൈകിട്ടാണ് എത്തിയത്. പുതിയ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവർക്ക് എല്ലാവരെയും കാണണം. അവരൽപ്പം താമസിച്ച ശേഷമാണ് വീട്ടിലെത്തിയത്. രാത്രി വളരെ വൈകിട്ട് ഞാൻ അവരോട് പറഞ്ഞു, കൂടുതൽ സമയം സംസാരിക്കാതെ നമുക്ക് ഒരു 10 മിനിറ്റ് സംസാരിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചങ്ങിരിക്കുമ്പോൾ ഞാൻ ആ കുട്ടിയുമായിട്ട് ചർച്ച നടത്തിക്കണ്ടേ, സംസാരിക്കണ്ടേ. സത്യം പറയട്ടെ, അർദ്ധരാത്രി കടന്നു പോയിട്ട് പോലും ഞങ്ങൾക്കറിയില്ല സമയം കടന്നുപോയെന്ന കാര്യം. അത്രയേറെ എൻ്റെ മനസ്സിൽ വികാരമുണ്ടാക്കിയൊരു ചർച്ചയായിരുന്നു ആ ചർച്ച. ഈ മിടുക്കിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തെളിഞ്ഞ കാഴ്ചപ്പാടുള്ള ഒരു കുട്ടിയാണത്. നിലപാടുള്ള കുട്ടിയാണത്. പോരാട്ട വീര്യമുള്ള കുട്ടിയാണത്. ഒരു തരത്തിൽ പോലും ആരുടെ മുമ്പിലും പിറകോട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധീരമായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു യുവ നേതാവിൻ്റെ പേരാണ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ എന്ന് പറഞ്ഞ എൻ്റെ മകളെന്ന് പറയാം, അല്ലെങ്കിൽ കൊച്ചനുജത്തി എന്ന് പറയാം. എന്തു പങ്കട്ടെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈ കുട്ടി. പിന്നെ കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുന്നു. ഫാത്തിമ തഹ്ലിയുടെ മുസ്ലിം ലീഗ് ആദ്യമായിട്ട് നിയമസഭയിലേക്ക്
ഒരു പെൺകുട്ടിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി അവർ വിജയിച്ചിരിക്കുന്നു പറയുമ്പോൾ അതും ചരിത്രമാണ്. ദിസ് ഈസ് ഗോയിങ് ടു ബി എ റെക്കോർഡ് ഇൻ ദ ഹോൾ ഹിസ്റ്ററി ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ബെയർ ഇൻ മൈൻഡ്, നിങ്ങൾ ചരിത്രം തിരിച്ചു കുറിച്ചിരിക്കുന്നു. തീർന്നില്ല. എൻ്റെ സ്നേഹിതന് ഇസ്മായിൽ ഈ സഹസ്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മഠത്തിൽ എൻ്റെ പഴയ സ്നേഹിതരുടെ പാടത്തിലുള്ളതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. മുസ്ലിം ലീഗ് വീണ്ടും ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കൂത്തുപറമ്പിൽ നിന്നൊരു ഹിന്ദു വനിതയെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് മത്സരിപ്പിച്ചിരുന്നു. അതും ജനറൽ സീറ്റിൽ, റിസോർട്ട് സീറ്റിലല്ല, ജനറൽ സീറ്റിൽ വയനാട്ടുകാരായിട്ട് പാവപ്പെട്ട കുടുംബത്തിൻ്റെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു പറഞ്ഞ നിസ്സാര കാര്യമല്ല. എനിക്ക് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോയപ്പോൾ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി ജയന്തി രാജൻ എനിക്ക് പരിചയമില്ലായിരുന്നു. പക്ഷെ അവർ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് മറുപടി പ്രസംഗം പറഞ്ഞപ്പോൾ എത്രയോ വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള മനുഷ്യനാണ് ഇവിടെ വെച്ച് സംസാരിച്ചത്. എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണെന്ന് പറഞ്ഞപ്പോഴാണ് ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, പട്ടിണി അതനുഭവിച്ച വയനാട്ടിലെ ഒരു കുടുംബത്തിൽ നിന്ന കുട്ടിയാണ് ജയന്തി രാജൻ. ആ ജയന്തി രാജൻ 1000-ൽ താഴെ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ചുണ്ടനും കപ്പനും ഇടയിൽ ചെറിയ വ്യത്യാസത്തിന്. അതാണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം. മുസ്ലിം ലീഗ് ചരിത്രം മാറ്റിയിരിക്കുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ പാർട്ടിയുടെ അധ്യക്ഷനായ ശേഷം അദ്ദേഹം എടുത്തിരിക്കുന്ന ചില ഉറച്ച തീരുമാനങ്ങൾ, മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളൊക്കെ തന്നെ അഭിമാനത്തോട് കൊടുത്ത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സന്തോഷമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നമുക്ക് റെക്കോർഡ് വിജയമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. ഒരിക്കലും ഇത്രയും ഉണ്ടായിട്ടില്ല. 102 ഐക്യജനാധിപത്യ കക്ഷി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ, അതും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരുക്കുകോട്ടയായിട്ടുള്ള സാക്ഷാൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അടക്കം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ നേട്ടമല്ല, വലിയ നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. 63 കോൺഗ്രസ് MLA-മാർ, 22 മുസ്ലിം ലീഗിൻ്റെ MLA-മാർ, അതുപോലെ തന്നെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവീൺ നമ്മുടെ കോഴിക്കോട് ജില്ല. 13 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിച്ചത്. 12 സീറ്റും നമുക്ക് വിജയിക്കാൻ സാധിച്ചു. 12 സീറ്റും വിജയിക്കാൻ സാധിച്ചു. ദിസ് ഈസ് ഗോയിങ് ടു ബി അനദർ ഫെദർ ഇൻ യുവർ ക്യാപ്. അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, നിങ്ങളുടെ തൊപ്പിയിലെ തൂവലാണിത്. നിങ്ങൾ മിടുക്കനാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഭംഗ്യന്തരനെ പറയട്ടെ. മലബാറാണല്ലോ നമ്മുടെ കേരളത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രഭവ കേന്ദ്രം. മഹാന്മാരായ നേതാക്കന്മാരുടെയൊക്കെ തന്നെ കളിത്തോട്ടിലായിരുന്നു നമ്മുടെ കോഴിക്കോട്. ആ മഹാന്മാരൊക്കെ തന്നെ ഉണ്ടായിട്ട് പോലും ഒരുപാട് മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ നയിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു ആസ്ഥാന മന്ദിരം, അതിമനോഹരമായ മന്ദിരം, അത് കെട്ടിപ്പടുക്കാൻ പ്രിയപ്പെട്ട പ്രവീൺ കുമാറിൻ്റെ വരവോളം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് യാഥാർത്ഥ്യം. ഞാൻ അഭിമാനിക്കുന്നു മിസ്റ്റർ പ്രവീൺ. ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് പകരമായിട്ട്, ഈ മഹാസൗധത്തിന് പകരമായിട്ട് മറ്റൊരു സൗധമുണ്ടാക്കാൻ ഒരു കമ്മിറ്റിക്കും സാധിച്ചിട്ടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കണം. പിന്നെ ബേപ്പൂർ നമ്മൾ പരാജയപ്പെട്ടു. ബേപ്പൂർ പരാജയപ്പെടുമെന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. വേണ്ടിയിരുന്നില്ല. മറിച്ചൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് നിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ബേപ്പൂരും കിട്ടുമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് റിയാസിനെ പരാജയപ്പെടുത്താൻ സാധിക്കും, ഒരു സംശയമില്ല എന്ന കാര്യവും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് സ്ഥിതി? നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മുടെ മലബാറിൽ ഒരു കാലത്തും നമുക്ക് നേടാൻ സാധിക്കാത്ത നേട്ടം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് സത്യം? പിന്നെ ഈ വിജയം, ആരാണ് വിജയത്തിൻ്റെ അവകാശികൾ? എനിക്ക് അല്പം പോലും സംശയമില്ല. നമ്മുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട ഈ കീഴരിയൂരിലിപ്പോഴുള്ള ആയിരക്കണക്കായ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ പ്രവർത്തകന്മാരാണ് നമ്മളെ വിജയിപ്പിച്ചത്. അതോടൊപ്പം 10 വർഷക്കാലത്തെ അന്ധകാരത്തിൽ നിന്ന് കേരളം മോചിപ്പിക്കാൻ വേണ്ടി, പിണറായി വിജയൻ്റെ ദുർഭരണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളോടൊപ്പം അണിചേർന്നിട്ടുള്ള
പതിനായിരക്കണക്കായ സാധാരണക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചെന്ന സത്യവും നമ്മൾ മനസ്സിൽ വെക്കണം. അവരാണ് ഈ വിജയത്തിന് ശില്പികൾ. അവർക്കാണ് ക്രെഡിറ്റ് കൊടുക്കാനുള്ളത്. അവരാണ് തീർച്ചയായിട്ടും ഈ വിജയത്തിൻ്റെ ശില്പികളെന്ന് പറയുന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായിരുന്നു 10 വർഷക്കാലത്തെ അവസ്ഥ? അഴിമതി, സ്വജനപക്ഷപാതം, പിടിപ്പുകേട്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല തകർത്ത തരിപ്പണമാക്കിയില്ല ഇവർ. കേരളത്തെ 10 വർഷക്കാലം കൊണ്ട് കുത്തുപാടിയെടുപ്പിച്ച പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അതിൻ്റെ നേതാവിൻ്റെ പേരാണ് ശ്രീമാൻ പിണറായി വിജയൻ. ധനകാര്യ മാനേജ്മെൻറ്റിന് ബാലപാഠം പോലും പഠിക്കാത്ത ഒരു പാർട്ടിയുടെ പേരാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി. ധനകാര്യമന്ത്രി എനിക്കറിയാം, വർഷങ്ങളോടെ ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു മിസ്റ്റർ ബാലഗോപാലൻ. എന്താ സ്ഥിതി? ഒന്നും അറിയില്ല. തകർത്ത തരിപ്പണമാക്കി സാമ്പത്തിക ഈ പറയുന്ന അരാജകത്വത്തിൻ്റെ പടുകുടിയിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? തകർന്ന കേരളത്തെ നമുക്ക് മോചിപ്പിക്കാനുള്ള ഏറ്റവും സുദൃഢമായ തീരുമാനമെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ അദ്ദേഹം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം എല്ലാ നിയോജകമണ്ഡലം കവർ ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ന്യൂ ഈറ അല്ലെങ്കിൽ പുതുയുഗത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞുള്ള ആ യാത്ര, കോഴിക്കോട് ജില്ലയിലെ യാത്രയ്ക്ക് വരവേറ്റുകൊണ്ട് ഞാനാണ് ഇത് പ്രസംഗിച്ചത്. പ്രിയപ്പെട്ട പ്രവീൺ എന്നോടാണ് അത്തരമൊരു പരിപാടി നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ചത്. അതുപോലെ തന്നെ ശ്രീമാൻ സതീശനും എന്നോട് പറഞ്ഞു, എന്നെ കോഴിക്കോട് ജില്ലയിൽ സ്വീകരിക്കേണ്ടത് അങ്ങാണ്, അങ്ങ് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പരിപാടിയിൽ പോയത് ഇപ്പോൾ ഓർക്കുന്നു. അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം, ഇന്നും അദ്ദേഹം ആ പ്രസംഗമാണ് നടത്തുന്നത്. കേരളത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന നീക്കം നമുക്ക് മറക്കാൻ സാധിക്കില്ല. എന്തൊരു ഉത്തരവാദിത്വത്തോടും സത്യസന്ധവും ആത്മാർത്ഥമായ പ്രവർത്തനത്തിൽ കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് അഭിമാനമുണ്ട്. വളരെ ചുരുങ്ങിയ 3 മാസക്കാലം കൊണ്ടുപോലെ അത് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. 3 മാസം കൊണ്ട് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ഭരണാധികാരികൾക്കും വേണ്ട എന്താണ്? ഒരു വിഷനാണ് വേണ്ടത്, ഒരു ദർശനമാണ് വേണ്ടത്, ഒരു സ്വപ്നമാണ് വേണ്ടത്. പ്രിയപ്പെട്ട പ്രവീൺ കുമാറിനും അതുപോലെ തന്നെ ഫാത്തിമ തഹരോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു സ്വപ്നം വേണം, നിങ്ങൾക്കൊരു വിഷൻ വേണം. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വിഷൻ ഉണ്ടായിരുന്നു, ഒരു സ്വപ്നമുണ്ടായിരുന്നു. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതത്തിലേക്ക് രാജ്യത്തെ കൈപിടിച്ചു കൊണ്ടുപോയപ്പോൾ അദ്ദേഹം നടത്തിയ ചരിത്രവുമായിട്ടുള്ള സമാഗമം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പ്രസംഗം ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ആ പ്രസംഗം കേട്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തെ ദർശനം. രാജീവ് ഗാന്ധിയോ 1985 രാജീവ് ഗാന്ധി ഇന്ത്യയുടെ കോൺഗ്രസ് അധ്യക്ഷനായിട്ട് അധികാരമേറ്റെടുത്തത്. ആ കോൺഗ്രസ് അധ്യക്ഷനായിട്ട് അധികാരമേറ്റ സമയത്ത് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഉജ്ജ്വലമായ പ്രസംഗം 20-ാം നൂറ്റാണ്ടിനെക്കുറിച്ച് തൻ്റെ സ്വപ്നം വരഞ്ഞു വെച്ചുള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹം തുടങ്ങിയത്. ആ സ്വപ്നത്തിലേക്ക് ഇന്ത്യയെ പിടിച്ചുകൊണ്ടുപോകാൻ അദ്ദേഹം പോയപ്പോൾ അന്ന് നിയമിച്ച AICC സെക്രട്ടറിമാർ ഒരാളായിട്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ ഒരു നിഴൽ പോലെ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന എനിക്ക് അന്ന് കിട്ടിയെന്ന് പറയുന്നതിലും എനിക്ക് അഭിമാനമുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത്രയേറെ അഭിമാന മുഹൂർത്തങ്ങളായിരുന്നു രാജീവ് ഗാന്ധി കൂടെ ചെലവഴിച്ച കാലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട പ്രവീണും ഫാത്തിമ തഹലിയും ഒക്കെ തന്നെ നല്ല ദർശനവും നല്ല സ്വപ്നവും നല്ല വിഷനുമുള്ള ആളുകളായിട്ട് പോകണം. നിർബന്ധമായിട്ട് വേണം. നിങ്ങൾക്കുണ്ട് എന്ന കാര്യം എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രവീണിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ വികസനത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തോട് പറയണ്ടേ. അദ്ദേഹം പൂർണ്ണമായിട്ടും അത് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അതിനനുസരിച്ചുള്ള രൂപരേഖയുമായിട്ടാണ് അവർ മുന്നോട്ട് വന്നത്. അതേ രീതിയിൽ തന്നെ ഫാത്തിമ തഹലിയോട് എനിക്ക് പറയാനുള്ള, നിങ്ങളുടെ നിയോജകമണ്ഡലം ഒരുപാട് പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ട്. സാമ്പത്തിക പ്രയാസം മാത്രമേ നമുക്ക് ഒരു വിലങ്ങ് തടിക്കാൻ നിൽക്കുന്നു. നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാം പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്താൻ തീർച്ചയായിട്ടും കഴിയുന്ന രൂപത്തിൽ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് 2 പേർക്കും ചെയ്തു തരാൻ തയ്യാറാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ ജനാധിപത്യ സംവിധാനത്തിൽ
ഈ നാട്ടിലെ ജനങ്ങളാണ് യജമാനന്മാരെന്ന സത്യം നിങ്ങൾ മറക്കരുത്. ദേ ആർ മാസ്റ്റേഴ്സ്. ഒരു ജനാധിപത്യത്തിൽ നിങ്ങളുടെ യജമാന്മാരാണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ ജനങ്ങളാണ്. ആ സാധാരണക്കാരായ ജനങ്ങൾ നിങ്ങൾ മറക്കരുത്. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ സത്യമുണ്ടാണ്. ജനാധിപത്യത്തിൽ ആരെയൊക്കെ തന്നെ വാഴ്ത്തിയിട്ടുണ്ടോ അവരെയൊക്കെ തന്നെ താഴ്ത്തിക്കെട്ടിയ ചരിത്രവും ഈ സമീപകാലത്ത് പിണറായി വിജയൻ അനുഭവിക്കുന്ന ആ ദുരന്തപൂർണ്ണമായ ചിത്രം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. വാഴ്ത്തിയവർ താഴ്ത്താനും പോലും കഴിയുന്ന ആളുകളാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ചരിത്രത്തിൻ്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ഭരണാധികാരിയുടെ ദീനവിലോപമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത്. കണ്ടില്ലേ, ഉറക്കമില്ലത്രേ, ഭാര്യയ്ക്കുറക്കമില്ല, മക്കൾക്കുറക്കമില്ല, ബന്ധുക്കൾക്കില്ല. അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികളായിട്ട് ആളുകൾ ആരും ഉറങ്ങാറില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വന്നു പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കണം, ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. അടിതെറ്റിപ്പോയാൽ, കാലം വഴുതി കഴിഞ്ഞാൽ ഈ അവസ്ഥയിലേക്ക് പോകാൻ എല്ലാവർക്കും സാധിക്കുമെന്നാണ് പറയുന്നത്. ചരിത്രത്തിന് എന്താണ്? ആവർത്തന സ്വഭാവമുള്ളതാണ് ചരിത്രം. ഹിസ്റ്ററി റിപ്പീറ്റ്സ്. ചരിത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കും. മനസ്സിലാക്കണം. ചരിത്രത്തിലെ സ്വേച്ഛാധിപതികളെക്കുറിച്ച് ഒന്ന് ഓർക്കുക. ആ സ്വേച്ഛാധിപതിയുടെ അനുഭവങ്ങളെ വെച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ശ്രീമാൻ പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിക്ക് സംഭവിച്ച പതനം തന്നെയാണ് ലോകത്തിലെ എല്ലാ സ്വേച്ഛാധിപതികൾക്കും സംഭവിച്ചത്. സത്യങ്ങൾ മനസ്സിലാക്കണം. 10 വർഷത്തിൻ്റെ ബാക്കി പത്രം എന്താണ്? എന്താണ് ബാലൻസ് ഷീറ്റ്? സമസ്ത മേഖലയും നമ്മൾ തകർന്നില്ലേ? സാമ്പത്തിക പ്രതിസന്ധി കാലം ഞാൻ പറഞ്ഞില്ലേ? അതിലൊക്കെ തന്നെ എനിക്ക് വല്ലാത്തൻ്റെ മനസ്സിനെ നമ്പരപ്പെടുന്നത് നമ്മുടെ നിയമസഭാ രംഗത്തെ തകർച്ചയെക്കുറിച്ചാണ്. കേരളം ഒരു ക്രൈം സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. പണ്ടൊക്കെ തന്നെ ഞാൻ പലപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ തന്നെ സഞ്ചരിച്ചൊരു കാലമുണ്ടായിരുന്നു, MP ആകുന്നതിന് മുമ്പ്. ആ സന്ദർഭത്തിലൊക്കെ പറയാറ്, നമ്മുടെ ഉത്തരേന്ത്യയിലെ ഹിന്ദി ബെൽറ്റിൽ UP തുടങ്ങിയിട്ട് സംസ്ഥാനങ്ങളാണ് ഏറ്റവും അധികം കുറ്റവാളികൾ സംസ്ഥാനം എന്നാണ് പറയാറ്. മധ്യപ്രദേശിലെ കൊള്ളക്കാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളമാണ് അവയെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഒരു ക്രൈം സ്റ്റേറ്റ് ആയിട്ട് 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റിയത്. കുറ്റവാളികൾ സംസ്ഥാനമായിട്ട്, നിയമം കയ്യിലെടുത്ത് എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറ്റിയത്. നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലൊക്കെ സാമൂഹ്യ വിരുദ്ധന്മാരും അതുപോലെ തന്നെ വാടക കൊലയാളികൾക്കൊക്കെ സ്വൈര്യമായിട്ട് ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിന് അഭിമാനഭാജനമായ ഹോം മിനിസ്റ്റർ ആഭ്യന്തരകാര്യമന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല, KSU കാലം മുതൽ എനിക്ക് പരിചയമുള്ള എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ശ്രീമാൻ രമേശ്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ മയക്കുമരുന്നിനായിക്കൊള്ള ഓപ്പറേഷൻ തൂഫാനുമായിട്ട് പോകുന്നത്. ഇന്ത്യ രാജ്യം മുഴുവൻ കാതോർത്തുകൊണ്ട് അദ്ദേഹത്തെ സന്ദേശം കേൾക്കുന്നതെന്ന് മാത്രമല്ല, അതവിടെ പകർത്താൻ വേണ്ടി, കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളും അദ്ദേഹത്തുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന സത്യം നിങ്ങൾ ഓർക്കണം. ആ മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം ഒരു വാടക കൊലയാളി നമ്മുടെ കോഴിക്കോട്ട് എയർപോർട്ടിൽ നിന്ന് സ്വർണം കള്ളക്കടത്ത് നടത്തിയിട്ട് പൊട്ടിക്കൽ ബിസിനസ്സുമായിട്ട് നടക്കുന്ന ഒരു പയ്യൻ നിയമം കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ ആഭ്യന്തരകാര്യ മന്ത്രിയോട് പറയുന്നു, തനിക്കും തൻ്റെ പോലീസും തൻ്റെ ഇടമുണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ പറയുന്നറിയോ, ഞാൻ ഇതും പറയുന്നതിൽ അപ്പുറം പറയും, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇതാണ് സ്ഥിതിവിശേഷ കാര്യം മനസ്സിലാക്കണം. പിന്നെ കേരളം ഡ്രഗ് ക്യാപിറ്റലായി മാറിയിരിക്കുന്നു. ഈ രാജ്യത്തെ മയക്കുമരുന്നിന് തലസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സംസ്ഥാനമാണ്, നമ്മുടെ കേരളം എന്ന കാര്യം മനസ്സിലാക്കണം. എങ്ങനെ സംസ്ഥാനം അത് മാറി? പഴയൊരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി, എൻ്റെ നല്ല സുഹൃത്താണ്, അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ മകനല്ലേ ഇവിടെ ആദ്യമായിട്ട് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിയുടെ കണ്ണിയായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് 1.5 വർഷക്കാലം അദ്ദേഹത്തെ നമ്മുടെ ബാംഗ്ലൂരിലെ അഗ്രഹാര ജയിലിൽ കിടത്തിയത്. 1.5 വർഷക്കാലമാണ് കിടത്തിയത്. പഠിച്ചോ? തെറ്റുതിരുത്താൻ തയ്യാറായോ? തെറ്റുതിരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കടന്നുപോയ ഈ 10 വർഷക്കാലം കൊണ്ട് ഈ സംസ്ഥാനം ഒരു ഡ്രഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപാരത്തിന് ഹബ്ബായിട്ട് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ശ്രീമാൻ പിണറായി വിജയനാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ധനകാര്യമന്ത്രി കൂടിയാണ്. അദ്ദേഹം കന്നി ബജറ്റ്
ആ കന്നി ബജറ്റ് നമ്മൾ സ്വാഗതം കേട്ടവരാണ്. ആ കന്നി ബജറ്റ് കൊച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ റോഡ് മാപ്പായിട്ടാണ് ഞാൻ ആ ബഡ്ജറ്റിനെ കാണുന്നത്. കേരള വികസനത്തിൻ്റെ റോഡ് മാപ്പായിട്ടാണ് കാണുന്നത്. നാളത്തെ കേരളം എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണുള്ളത്. 5 വർഷക്കാലം എങ്ങനെയായിരിക്കണമെന്നല്ല, നാളത്തെ കേരളം എങ്ങനെയായിരിക്കണമെന്ന് കുറിച്ചുള്ള ഒരു ദീർഘദർശിത്വത്തോടു കൂടിയ ഒരു നീക്കമായിട്ടാണ് ഞാൻ ആ ബഡ്ജറ്റ് കാണുന്നത്. പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. പുതുയുഗത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നാണ് ഇന്ദിരാ ഗ്യാരണ്ടി. ആ പറഞ്ഞ ഗ്യാരണ്ടികളിൽ ഓരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല എന്ന് പറയാൻ സാധിക്കുമോ? ഒരൊറ്റക്കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ഓണക്കാലം, ഈ ഓണക്കാലം പോലെ 10 വർഷക്കാലത്തിൽ പൊന്നോണമാക്കി മാറ്റാൻ സാധിച്ചൊരു ഓണക്കാലമുണ്ടോ? ഓണം പൂക്കാലമാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പൂക്കാലമായിട്ടല്ലേ ഓണക്കാലം മാറിയത്? നമ്മുടെ വീടുകളിൽ മാത്രമല്ല പൂ, എല്ലായിടത്തും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതെന്ന് മാത്രമല്ല, ജനങ്ങൾ സന്തോഷത്തിലാണ്, ജനങ്ങൾ ആഹ്ലാദത്തിലാണ്. സാധാരണക്കാർക്ക് ചുരുങ്ങിയ വിലക്ക് റേഷൻ സാധനങ്ങൾ കിട്ടുന്നു. അവർക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീടുകളിൽ എത്തുന്നു. അങ്ങനെ എല്ലാവരെയും കരുതലോടുകൂടി ചേർത്ത് പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ പേരാണ് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ നേതൃത്വത്തിലുള്ള ശ്രീമൻ വി ഡി സതീശൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. 3 മാസമായി ഈ ഭരണം. എനിക്കിവിടെ ഇരിക്കുന്ന നേതാക്കന്മാരോട്, MLA മാരോട്, അവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഹണിമൂൺ പീരിയഡ് അവസാനിക്കാൻ പോകുന്നു. ഏതായാലും ഹണിമൂൺ എല്ലാ കാലത്തും ഉണ്ടാവില്ല. 2-3 മാസക്കാലം മാത്രമേ ഹണിമൂൺ പീരിയഡ് ഉണ്ടാവും. പിന്നെ അതിനത്രയൊന്നും ഒരു താല്പര്യം നമുക്ക് ആർക്കും ഉണ്ടാവില്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ. ആ ഹണിമൂൺ പീരിയഡ് മാറുകയാണ്. ഗൗരവപൂർവ്വം കാര്യങ്ങൾ നോക്കിക്കൊണ്ടുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് 2 പേർക്കുമുണ്ട്. 2 പേർക്കുമുണ്ട്. ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കണം. ചരിത്ര വിജയത്തിലും എൻ്റെ മനസ്സ് വല്ലാതെ വിഹ്വലമാണെന്ന് ഞാൻ പറയട്ടെ. 102 സീറ്റുകൾ നേടിക്കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിച്ചപ്പോഴും എൻ്റെ മനസ്സ് വിഹ്വലമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം DCC ഓഫീസിൽ പ്രവീണിനൊരു സ്വീകരണം കൊടുത്തിരുന്നു. ആ സ്വീകരണ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ആവർത്തിച്ച് പറയാനാക്കരുത്. പ്രിയപ്പെട്ട പ്രവീൺ, 12 വർഷക്കാലമായി ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളാണ്. ആ ഫാസിസ്റ്റുകളുടെ ഭരണകൂടത്തിലായിക്കൊണ്ട് രാജീവ് ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്ന് പാർലമെൻറ്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നവരെ അവിടെ നിരാഹാര സത്യാഗ്രഹം നടക്കുന്ന പോലെ ഈ ഭരണകൂടത്തിലായിട്ട് സമരവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ പരിപൂർണമായിട്ടും ഫാസിസ്റ്റുകൾ കയ്യിലൊതുക്കിയിരിക്കുന്നു. എങ്ങനെ? നേരായ രൂപത്തിലാണോ? അല്ല, തെറ്റായ രൂപത്തിൽ കൂടെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജനങ്ങളെ വിലക്കെടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നാളുകളായിരുന്നു കടന്നുപോയ 12 വർഷക്കാലം, ഒരു വ്യാഴവട്ടക്കാലം. ഫാസിസ്റ്റുകൾക്ക് നീതിശാസ്ത്രം അറിയില്ല. ലോകം നമ്മെ പഠിപ്പിച്ചതാണ്. ദക്ഷിണേന്ത്യയിൽ ആ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ ചെറുത്ത് നിർത്താൻ സഹിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഒരു മഹാപ്രാകാരം പോലെ ആ ശക്തി ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടുത്തു നിർത്തിയ സംസ്ഥാനത്തിൻ്റെ പേരാണ് നമ്മുടെ കേരള സംസ്ഥാനം. നമുക്കൊറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. പോയ പറ്റികയുള്ളൂ. കർണാടകയും തെലങ്കാനയും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കല്ല. ആശയപരമായ അടിത്തറയുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. കറകളഞ്ഞ മതേതത്വത്തിലൂടെ മുന്നോട്ട് പോകുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. നമുക്ക് മാത്രമേ ഇന്ത്യയെ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടനാ നിർമ്മിതമായ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായിട്ട് തച്ച് തകർക്കുകയാണ്. ഭരണഘടന അവർക്ക് പ്രശ്നമല്ല. ഇന്ത്യൻ ഭരണഘടനയോട് പുച്ഛമാണ്. ഇലക്ഷൻ കമ്മീഷൻ, ആരൊക്കെയായിരുന്നു ഇലക്ഷൻ കമ്മീഷനുടെ ചെയർമാന്മാർ? ഒരു 1/2 ഡസൻ ചെയർമാന്മാരെ എനിക്ക് അടുത്ത് പരിചയമുള്ള ആളാണ്. അവരൊക്കെ എത്ര പ്രഗത്ഭന്മാരായിരുന്നു. ആദ്യത്തെ ചെയർമാൻ അവർക്ക് പണ്ഡിറ്റ് ജവഹർലാൽ കണ്ടെത്തിയ ചെയർമാൻ, ആ മനുഷ്യനെ വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് 52-ൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ലോകം പ്രകീർത്തിച്ചു നെഹ്റുവിനെ. ആ മനുഷ്യൻ്റെ സേവനം ഞങ്ങൾക്ക് വേണമെന്ന് പലരും ആവശ്യപ്പെടുകയുണ്ടായി. ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ അറിയുമോ?
ചാടട കുഞ്ഞിരാമ എന്ന് പറഞ്ഞപ്പോൾ ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമനായിട്ടാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്. പാർലമെൻറ്റിൻ്റെ അവസ്ഥ എന്താണ്? 1984 മുതൽ ഞാൻ പാർലമെൻറ്റ് അംഗമാണ്. നിങ്ങളുടെയൊക്കെ സഹായത്തോടെ 7 തവണയാണ് ഞാൻ പാർലമെൻറ്റ് അംഗം. വളരെ അപൂർവമായിട്ട് മാത്രമേ പലർക്കും അത് ഒരവസരം കിട്ടുകയുള്ളൂ. 6 തവണ, 5 തവണ തുടർച്ചയായി, 2 തവണ വടകരയിൽ നിന്ന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പാർലമെൻറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് പണ്ടൊക്കെ തന്നെ മഹാന്മാരായിട്ടുള്ള സ്പീക്കർമാരായിരുന്നുകൊണ്ടാണ് ഡോക്ടർ മാവുലങ്കറിനെ പോലുള്ള ആളുകൾ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പാർലമെൻറ്റ് ചർച്ചകളില്ല, പാർലമെൻറ്റ് ഡിബേറ്റ് ഇല്ല, ഒന്നുമില്ലാതെ സ്പീക്കർ അവർക്കിഷ്ടമുള്ള നിയമങ്ങൾ പപ്പടം ചൂടുന്ന ലാഘവത്തോടു കൂടിയാണ് അവർ പാസ്സാക്കിയെടുക്കുന്നത്. ഇതാണോ ജനാധിപത്യം? ആ സ്പീക്കറുടെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീച്ച്മെൻറ്റിന് വിധേയരായിട്ടുള്ള സ്പീക്കറുടെ പേരാണെന്ന് ചോദിച്ചാൽ ഓം പ്രകാശ് ബിർള എന്നാണ് ആ സ്പീക്കറുടെ പേരെന്ന കാര്യം മനസ്സിലാക്കണം. അദ്ദേഹത്തിനെതിരായിട്ട് ഇൻ്റർനാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി ഇംപീച്ച് ചെയ്യാൻ, കുറ്റവിചാരണ നടത്താൻ വേണ്ടി നോട്ടീസ് കൊടുക്കുന്ന എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ലോക്സഭയിൽ വരാറില്ല. അദ്ദേഹം വിജയിച്ച ആദ്യത്തെ വർഷം ഞാൻ ലോക്സഭയിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാറില്ല. ആകെ ഒരു വർഷത്തിൽ ഒറ്റ തവണയാണ് അദ്ദേഹം പ്രസംഗിക്കാറ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് നന്ദി പ്രസംഗം മാത്രമാണ് അദ്ദേഹം നടത്താറ്. അത് നിർബന്ധമാണ് നടത്തിയിരിക്കണം. എഴുതി തയ്യാറാക്കിയ പ്രസംഗം അദ്ദേഹം വായിച്ചുകൊണ്ട് വിറക് കയറുന്ന പോലെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പോകാറുണ്ട്. അദ്ദേഹം ലോക്സഭയിൽ വരാറില്ല. അറിയുമോ സ്നേഹിതന്മാരെ, ആഭ്യന്തരകാര്യമന്ത്രി വലിയ ആളല്ലേ, ഞാനാണ് എല്ലാം എന്ന് തീരുമാനിക്കുന്ന അമിത്ഷാ എന്ന് പറയുന്ന നമ്മുടെ ഹോം മിനിസ്റ്റർ, അദ്ദേഹത്തെ ഈ ലോക്സഭാ സമ്മേളനം നമ്മൾ ആരും കണ്ടില്ല. അവസാനം അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു പറഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇതാണ് പാർലമെൻറ്റിൻ്റെ അനാദരവ്. ചർച്ചയില്ല. ഈ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമാണ് പറയുന്നത്. നമുക്കെല്ലാം തന്നെ അറിയാവുന്ന പോലെ തന്നെ ഓഗസ്റ്റ് 15-ാം തീയതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് നമ്മൾ കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ എത്ര മനോഹരമായ പ്രസംഗമാണ്. ഒന്നാം തരം പ്രസംഗങ്ങളാണ്. അതുപോലുള്ള പ്രസംഗങ്ങളാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ എല്ലാം റിപ്പീറ്റേഷനാണ്. ഒന്നും അദ്ദേഹത്തിന് പുതുതായിട്ട് പറയാനില്ല. ഒരു നേട്ടവും അവകാശപ്പെടാനില്ല. ഈ നാട്ടിൽ ഇന്നത്തെ അവസ്ഥ അറിയാമോ? നമ്മുടെ നാട്ടിലെ ജനസംഖ്യയുടെ 60% വരുന്ന നമ്മുടെ ഈ ജനങ്ങളുടെ സ്ഥിതി പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര ഭയാനകമായ അവസ്ഥയിലാണ് അവർ പോകുന്നത്. നമ്മൾ ചിന്തിക്കണം. പിന്നെ നമ്മുടെ ഈ നാഷണൽ വെൽത്ത് എന്ന് പറയുന്ന ആ വെൽത്ത്, അത് ഏതാണ്ട് 1% താഴെ വരുന്ന ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞ സഹസ്ര കോടീശ്വരന്മാരുടെ കയ്യിലാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ 60% ഈ നാഷണൽ വെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് 12 വർഷക്കാലമായിട്ട് എങ്ങോട്ടേക്ക് പോയി എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാലിനെ കുറിച്ച് പറയാതെ കടന്നു വന്ന് ശരിയല്ല. പാർലമെൻ്ററി ഡെമോക്രസിയെക്കുറിച്ചല്ലേ പറയുന്നത്? 16 സംവത്സരക്കാലം കാറ്റും കോളും നിറഞ്ഞ കടലിലൂടെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നൗകയെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച മഹാനായ നേതാവിൻ്റെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ പണ്ഡിറ്റ് ജവഹർലാൽ ഒരു പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ മുടക്കം കൂടാതെ അദ്ദേഹം പാർലമെൻറ്റിൽ വരും. അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പോലും അദ്ദേഹം പങ്കെടുക്കും, ഉത്തരം പറയും. എല്ലാ കാര്യങ്ങളും അവിടെ ഇട്ടും സംസാരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നറിയാമോ? ശ്രീമൻ എ കെ ഗോപാൽ. ആ എ കെ ഗോപാലിന് എത്ര പേരുണ്ടെന്നറിയാം? അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 16 പേരായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ലോക്സഭയിൽ 1952 കോൺഗ്രസ് 489 ആളുകൾ ജയിപ്പിക്കാൻ സാധിച്ചു. മൃഗീയമായ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായിരുന്നു. അന്ന് അംഗീകൃതമായ പ്രതിപക്ഷമായിട്ട് ഗോപാലൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നെഹ്റു പറഞ്ഞു, നമുക്കൊരു പ്രതിപക്ഷം വേണം. അതാണ് ജനാധിപത്യം. അത് ശ്രീമൻ എ കെ ഗോപാലിനെ ഞാനൊരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എ കെ ഗോപാലിനെ ആ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് പോലെ തന്നെ അംഗീകരിപ്പിച്ച നേതാവിൻ്റെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഡിസ്കഷൻ,
ഡിബേറ്റ് ആൻഡ് ഡിസെൻറ്റ്. നാം ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തുക, വീണ്ടും ചർച്ച നടത്തുക, വിയോജിപ്പ് രേഖപ്പെടുത്തുക. ആ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മളെ പഠിപ്പിച്ച ജനാധിപത്യം എന്ന് പറയുന്നത്. തീർന്നല്ല സ്നേഹിതന്മാരെ, പ്രക്ഷുബ്ധമായ പാർലമെൻറ്റിൽ അന്ന് AK ഗോപാലിനെ നിയന്ത്രിക്കാൻ സ്പീക്കർമാർക്ക് സാധിച്ചിരുന്നില്ല. ആ സ്പീക്കർമാർ നിയന്ത്രിക്കാൻ വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോക്സഭയിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹം ശ്രീമാൻ AK ഗോപാലിനെ നോക്കിയിട്ട് പറയും, മിസ്റ്റർ ഗോപാലൻ പ്ലീസ് റെസ്യൂം യുവർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുസരണയുള്ള കുഞ്ഞിനെ പോലെ സീറ്റിരിക്കുന്ന AK ഗോപാലിനെ കുറിച്ച് ആ കാലത്ത് ലോകസഭയിലുണ്ടായിരുന്ന ആളുകൾ, ആ പണ്ഡിറ്റ്ജിയുടെ കാലത്തുണ്ടായിരുന്ന ആളുകൾ പാർലമെൻറ്റിൽ സെൻട്രൽ ഹാളിൽ ആ വൃദ്ധന്മാരായിട്ടുള്ള പഴയ MP-മാർ വന്ന് ആ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനത്തെ പറയാറുണ്ട്. അത് കഴിഞ്ഞ് ഗോപാലൻ്റെ ചുവലിൽ കൈയും പിടിച്ചുകൊണ്ട് ലോബിയിലൂടെ പോകുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതാണ് ചരിത്രം. ഇന്നത്തെ പ്രധാനമന്ത്രി അവസ്ഥ എന്താണ്? ഇന്നത്തെ അവസ്ഥ എന്താണ് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് പറയേണ്ടത്. പിന്നെ വിദേശയാത്രകൾ പാർലമെൻറ്റ് നടക്കും. ഒരു വിദേശയാത്രയും പണ്ഡിറ്റ് നടക്കില്ല. അപൂർവമായി മാത്രമേ വിദേശയാത്ര നടത്തുകയുള്ളൂ. നെഹ്റുവിൻ്റെ യാത്രകൾ പ്രസിദ്ധമാണ്. ലോക സമാധാനത്തിന് വേണ്ടി, സമാധാനപരമായ സഹോദര്യത്തിന് വേണ്ടിയല്ലാതെ അദ്ദേഹം വിദേശയാത്രകൾ നടത്താറില്ല. ചെറുജരാമിയെക്കുറിച്ച് എല്ലാ രാഷ്ട്രങ്ങളും ഒറ്റക്കെട്ടായിട്ട് പോകേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്ന നേതാവിൻ്റെ പേരാണ് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. യുദ്ധം കൊണ്ട് കലുഷിതമായിട്ടുള്ള ഇന്നത്തെ ചുറ്റുപാടിൽ നെഹ്റുവിൻ്റെ അഭാവം നാം തിരിച്ചറിയുന്നു. ആധുനിക ഇന്ത്യ സൃഷ്ടിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവെങ്കിൽ, ഇന്ത്യ എന്ന ആശയം സൃഷ്ടിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവെങ്കിൽ, ആ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടായ പോരാട്ടത്തിൽ ഏറ്റവും വലിയ ചുമതല വഹിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ MLA-മാർക്കും ജനപ്രതിനിധികൾക്കുമാണ്. ആ ചരിത്രപരമായ ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണമേ എന്നാണ് പ്രിയപ്പെട്ട പ്രവീൺ കുമാറിനോടും ഫാത്തിമ തഹ്ലിയോടും ഒക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അപകടത്തിലാണ് രാജ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2014 നിങ്ങൾ ആലോചിക്കണം, നിങ്ങളെല്ലാം മനസ്സിൽ വെക്കണം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ഒരാൾ നിയമസഭയിലേക്ക് BJP-ക്കാരനായിട്ട് വന്ന് 2014 കൃത്യം 12 വർഷം കടന്നു പോകുമ്പോഴേക്കും പശ്ചിമ ബംഗാളിലെ ചരിത്രം തിരുത്തിയെഴുതാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് സാധിച്ചിരിക്കുന്നു. എങ്ങനെ? ഈ പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട്, ഇലക്ഷൻ കമ്മീഷനെ കയ്യിലെടുത്തുകൊണ്ട് ആ പശ്ചിമ ബംഗാൾ 208 MLA-മാരെ വിജയിപ്പിച്ചുകൊണ്ട് ആ പശ്ചിമ ബംഗാളിലെ ഭരണം BJP-ക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുവെങ്കിൽ അപകടം പതിയിരിക്കുന്നു. 12 വർഷം മുമ്പേ നമ്മൾക്കെല്ലാം തന്നെ അറിയാവുന്ന ഭൂതത്തെ തുറന്നു വിട്ടു എന്ന് പറയാറില്ലേ, അതുപോലെ തുറന്നുവിട്ട വ്യക്തിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന കാര്യം നമുക്ക് അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയേ മതിയാവുള്ളൂ. ആ 2014 ഒരു MLA-യുമായി തുടങ്ങിയിട്ടുള്ള പാർട്ടിക്ക് 208 MLA-മാരെ വിജയിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ, സാക്ഷാൽ മഹാന്മാരായിട്ട് ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ ഭരിച്ച പശ്ചിമ ബംഗാൾ, ജ്യോതി ബാസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും അടക്കമുള്ള ആളുകൾ 34 വർഷക്കാലം ഭരിച്ച പശ്ചിമ ബംഗാൾ, 15 വർഷക്കാലം മമതാ ബാനർജി ഭരിച്ച പശ്ചിമ ബംഗാൾ, അതിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലാണെങ്കിൽ നമ്മുടെ നിയമസഭയിൽ ഇപ്പോൾ 3 BJP അംഗങ്ങൾ വന്നിട്ടുണ്ട് എന്നത് നിങ്ങൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. 3 BJP അംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, നിസ്സാരമല്ല. 2014 പശ്ചിമ ബംഗാളിൽ ഒരൊറ്റ MLA വന്നെങ്കിൽ ഇന്ന് 208 MLA-മാരായിട്ടുണ്ട്. അവരെല്ലാ തലത്തിലും മുന്നോട്ട് പോകും. എങ്ങനെയൊക്കെ തന്നെ അധികാരം പിടിച്ചു പറ്റാൻ സാധിക്കും ആ തരത്തിൽ പോകും. അവർക്ക് ജനാധിപത്യമല്ല, ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന കാര്യം എല്ലാവരും മനസ്സിൽ വെക്കണമെന്നാണ് പറയാനുള്ളത്. പറയപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ഈ വസ്തുത മനസ്സിലായിക്കൊണ്ട് ഫാസിസ്റ്റ് ചെറുക്കാനുള്ള പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് വിനീതനായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ വരാനും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് പ്രവീണിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മഭൂമിയിൽ വെച്ച് ഇത്തരമൊരു വികാരോജ്വലമായ സ്വീകരണം കൊടുക്കാനും നിങ്ങൾക്ക് അവസരമുണ്ടായതിൽ ഏറ്റവും സംതൃപ്തി ഞാൻ കൂടിയാണ് എന്ന കാര്യം ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തി ഫാത്തിമ തഹ്ലിയ, പോരാട്ട വീര്യമുള്ള ഫാത്തിമയുടെ തെരഞ്ഞെടുപ്പ് എത്ര തെരഞ്ഞെടുപ്പാണെന്നും കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഈ തവണത്തെ തെരഞ്ഞെടുപ്പുകൾ ഒന്ന് നമ്മുടെ പേരാമ്പ്രം തെരഞ്ഞെടുപ്പാണ്. ഈ കുട്ടി ആർക്കെതിരായിട്ട് മത്സരിച്ചത്? വിഭാഗീയ രാഷ്ട്രീയത്തിനായിട്ടാണ് മത്സരിച്ചത്. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിലാണ് മത്സരിച്ചത്. അവർ മത്സരിച്ചത് എന്താണ്?
സ്വഭാവഹത്യക്കാരായിട്ടുള്ളൊരു വലിയ പോരാട്ടമാണത്. ഒറ്റയാൾ പോരാട്ടമെന്ന് ഞാൻ പറയും. ഒറ്റയാൾ പോരാട്ടമെന്ന് ഞാൻ പറയും. ആരുണ്ട്, ആരില്ല. ആ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലും തനിക്കെതിരായിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള കുന്തമുനകളെയും വലം കൈകൊണ്ട് തട്ടിമാറ്റിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നടന്നു വന്ന ഫാത്തിമ, താങ്കൾ മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ട വൈൻ, നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോവുക. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ സഫലമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിപ്ലവ പോരാട്ടത്തിൻ്റെ മണ്ണിൽ, കീഴരിയൂരിൻ്റെ മണ്ണിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാവുകൾ അർപ്പിച്ചുകൊണ്ട് ഇത്ര മനോഹരമായൊരു പരിപാടി സംഘടിപ്പിച്ച കീഴരിയൂരിലെ ഐക്യ ജനാധിപത്യ കക്ഷി നേതാക്കന്മാരോടൊക്കെ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.